നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. ഫെസി മോട്ടി എന്ന പോരാളിയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത്. ബ്യൂട്ടീഷ്യനായ ഫെസി ജീവിത പോരാട്ടങ്ങൾക്കിടെ പഞ്ചഗുസ്തി മേഖലയിലേക്ക് എത്തിപ്പെട്ടു. അവിടെയും മികച്ച വിജയം നേടി മെഡലുകൾ വാരിക്കൂട്ടിയ കഥ പറയാനുണ്ട് നമ്മളോട്. എന്തായാലും ആ ജീവിത വഴികളെ കുറിച്ച് പറയാൻ ഫെസി നേരിട്ട് നമുക്കൊപ്പം ചേരുകയാണ്. മൂവാറ്റുപുഴക്കാരിയാണ്. സ്വാഗതം ഫെസി ന്യൂസ് 3യിലേക്ക്. ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്ത വലിയ അഭിമാന നേട്ടവുമായാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ഈ ബ്യൂട്ടീഷ്യൻ. രണ്ട് തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിന്റെ രണ്ടിന്റെ കാര്യങ്ങളും ചോദിക്കണം. എങ്കിലും ആദ്യം എങ്ങനെയാണ് ഈ പഞ്ചഗുസ്തിയിലേക്ക് എത്തിയത്? പഞ്ചഗുസ്തിയിലേക്ക് എത്തിയിട്ട് ഞാനിപ്പോ 7 വർഷമായി. ഞാൻ 2019 പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുമായിരുന്നു. ഹസ്ബൻഡൊക്കെ മരിച്ചതിന് ശേഷം 2000 എന്നെ സിസ്റ്റർ ദുബായിലേക്ക് കൊണ്ടുപോയി. അവിടെയായിരുന്നു ഞാൻ 2000 മുതൽ 2019 വരെ. അപ്പൊ അതിന്റെ ഇടയിൽ 2017 2018 ഇവിടെ വന്ന് വെക്കേഷൻ ഇവിടെ വന്ന് സ്പോർട്സ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ അന്നത്തെ മെയിൻ ഐറ്റം ജാവലിംഗ് ത്രോ ആയിരുന്നു. അപ്പൊ ഞാൻ ജാവലിംഗ് ത്രോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്റെ ട്രെയിനർ കോച്ച് ബിജു KM ആണ് പെരുമ്പാവൂരുള്ള. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പെരുമ്പാവൂർ ആശ്രമ സ്കൂൾ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസിന് പോണേ മൂവാറ്റുപുഴയിൽ. ഇവിടെ ആരും എനിക്ക് ട്രെയിനിങ് തരാനോ പ്രാക്ടീസിന് ആരും ഉണ്ടാവാറില്ല മൂവാറ്റുപുഴയില്. പിന്നെ സ്റ്റേഡിയവും അത്ര നല്ലതല്ല. അപ്പൊ ഞാൻ ആശ്രമ സ്റ്റേഡിയത്തിൽ പോകും. അവിടെ വെച്ച് എനിക്ക് സാറ് കോച്ചിങ് ഒക്കെ തരും. അപ്പൊ ഞാൻ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കാനായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ സാറിന്റെ ജിമ്മിൽ മെയിൻ ആയിട്ട് ഇതാണ് പഞ്ചഗുസ്തിയാണ്. അപ്പൊ സാറ് പഞ്ചഗുസ്തിയുടെ അന്ന് നാഷണൽ റെഫറി കൂടിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ട്രെയിനിങ്ങിന് പോകുമ്പോ ഞാനിങ്ങനെ വെറുതെ അതിങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ജില്ലാ മത്സരം വന്നപ്പോ സാറിനോട് ചോദിച്ചു ഫിസിക് ഒന്ന് ട്രൈ ചെയ്ത് കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പെരുമ്പാവൂര് വെച്ച ആദ്യ ജില്ലാ മത്സരത്തില്. അപ്പൊ ജില്ലാ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി, സ്റ്റേറ്റ് വൈ ഫസ്റ്റ് കിട്ടി. നാഷണല് പോയപ്പോ തേടോ എന്താ കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു. അന്ന് മുതൽ ഞാനിങ്ങനെ പഞ്ചഗുസ്തിയിലുണ്ട്. പക്ഷെ 50 വയസ്സ് കഴിഞ്ഞ് ഗ്രാൻഡ് മാസ്റ്റർ ആയപ്പോഴായിരുന്നു. പിന്നെ കൊറോണയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ലല്ലോ. അങ്ങനെയാണ്. ശരി, ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചേ ഉള്ളൂ. പക്ഷേ ഇതുവരെയുള്ള കഥകൾ മൊത്തം ഒറ്റ ചോദ്യത്തിൽ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് എടുത്ത് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ദുരിതങ്ങൾ കടന്നാണ് ഇവിടെ വരെ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഫെസിയായിട്ട്, ഇന്നത്തെ ഫെസിയായിട്ട് ഇരിക്കുന്നത്. ആ ദുരിതങ്ങൾ ഞങ്ങൾക്ക് കേൾക്കണം. കാരണം അതുപോലെ ദുരിതത്തിലുള്ള ആളുകൾ അയ്യോ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഫെസിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കണം. നേരത്തെ ഒന്ന് പറഞ്ഞു പോയി, ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ജീവിതവും അതിനുശേഷം ഉണ്ടായ ഒട്ടും പ്രതീക്ഷിക്കാത്ത ജീവിതവും പറയൂ അതിനെക്കുറിച്ച്. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു, അതിനുശേഷം പ്രണയിച്ച് വിവാഹിതരായി. എന്താണ് സംഭവിച്ചത് പിന്നീട്? ഞാൻ മൂവാറ്റുപുഴയില് ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് പപ്പയുടെ വർക്കായിട്ട് ആലുവയിലേക്ക് പോയപ്പോ ഞാൻ അവിടെ പോയി സേവിയേഴ്സിലാണ് പഠിച്ചത്. അപ്പൊ സേവിയേഴ്സിൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കൊക്കെ പോയെങ്കിലും എനിക്ക് ഒരു ഇന്ത്യൻ ജേഴ്സി ഇടാൻ ഭയങ്കര കൊതിയായിരുന്നു. അപ്പൊ സത്യത്തിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പോർട്സിലേക്ക് വന്ന് തിരിച്ചിറങ്ങിയത്. പിന്നെ നിങ്ങൾക്കറിയാം എനിക്കൊരു മോനാ ഉള്ളത്. പിന്നെ എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്, ഒത്തിരി സ്ട്രെസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മള് ഇപ്പൊ രാവിലെ ഗ്രൗണ്ടിൽ പോയി ജിമ്മിലൊക്കെ പോയി കുറെ എക്സസൈസും പിന്നെ കുറെ വാമപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കുറെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ട്രെസ്സും കുറെ ടെൻഷനും ഒക്കെ കുറച്ച് ഇങ്ങനെ ഗ്രൗണ്ടിൽ കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് ഞാൻ പാർലറിലേക്ക് കയറാറ്. അങ്ങനെയാണ് ഞാൻ സത്യത്തില് എനിക്കധികം അങ്ങനെ കൂട്ടില്ല. പിന്നെ ഒത്തിരി ഞാൻ അങ്ങനെ ആരോടും ഷെയർ ചെയ്യണ കൂട്ടത്തിലുള്ള എന്റെ വിഷമം ഞാൻ എന്നിൽ ഒതുക്കും. ഞാനത് ഗ്രൗണ്ടിലോ ജിമ്മിലോ പോയിട്ട് അവിടെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് എന്റെ വിഷമങ്ങളെല്ലാം കളയാറാണ് പതിവ്. ഞാൻ കല്യാണം കഴിച്ചത് ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. PP മോട്ടി വൈറ്റിലയിലായിരുന്നു വീട്. കല്യാണം കഴിഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന K കരുണാകരൻ ഹസ്ബൻഡിന് ഇന്ത്യൻ അലുമിനിയം കമ്പനിയിൽ ജോലി മേടിച്ചു കൊടുത്തു. ജോലിയിൽ ഇരിക്കുമ്പോഴും മോന് 4.5 വയസ്സുള്ളപ്പോഴാണ് ഹസ്ബൻഡിന് മഞ്ഞപ്പിത്തം കൂടി ആള് മരിക്കുന്നത്.
പിന്നെ ഞാൻ ആ നാട്ടിൽ തന്നെ അവിടെ വൈറ്റിലയിൽ തന്നെ നിന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു ഒരു ഹസ്ബൻഡിന് പകരമുള്ള ജോലി കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ ഉള്ള എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ 1-2 വർഷം ഞാൻ ഇങ്ങനെ തള്ളി നീക്കി. അന്ന് എനിക്ക് പാർലർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പാർലറിൽ പോകാനോ പാർലറിൽ ഞാൻ പോകും, കുറേ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പാർലറിൽ പോകും. മോനുണ്ടല്ലോ, അപ്പോ പ്രത്യേകിച്ച് വേറെ നിസ്സാര PF-ന്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് ധ്യാനമൊക്കെ കൂടി കുറച്ച് റിക്കവറി ആയി ഞാൻ സലൂണിൽ പോകും. പക്ഷെ പോയി കഴിഞ്ഞ് ഞാൻ ചില്ലിക്കട പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഹസ്ബൻഡിന്റെ കൂട്ടുകാര്, അവരുടെ വൈഫ്, അങ്ങനെ എല്ലാവരും കാണുമ്പോ പെട്ടെന്ന് എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ ആവും. എന്റെ മൂഡൊക്കെ അങ്ങനെ മാറിപ്പോവും. എനിക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ ആയി. അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നം. പിന്നെ 27 വയസ്സിലാണ് വിധവയാവണേ. നമ്മുടെ നാട്ടിൽ അറിയാലോ, ഇപ്പോഴത്തെ പോലെ അല്ല. 25 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ചെറുപ്പക്കാരി വിധവയായി കഴിഞ്ഞാൽ ഒത്തിരി വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒത്തിരി പ്രശ്നങ്ങൾ. നമ്മൾ ആരെങ്കിലോടൊത്തൊന്നും മിണ്ടിയാലോ, ഇപ്പൊ ഈവൻ നമ്മൾ സ്വന്തം ബ്രദറിന്റെ കൂടെ പോയാലും ഭർത്താവ് മരിച്ചിട്ട് ഇത്രയും ദിവസം പോലും ആയിട്ടില്ലതേ, അപ്പോഴത്തേക്ക് അവള് ബൈക്കിൽ പോണു. അപ്പൊ നിസ്സാര കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഞാൻ ആരോട് ഷെയർ ചെയ്യാതെ എന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, അറ്റ കൈ ക്ഷമയുടെ ഒരു ഇതും കെട്ട് കഴിയുമ്പോ അറ്റ കൈ എന്താ ആത്മഹത്യ. അങ്ങനെ പലവട്ടം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ച് എന്തെങ്കിലും പ്ലാനും പദ്ധതിയും കാണും. അപ്പൊ മരണത്തിന് പോലും 3-4 പ്രാവശ്യം എന്നെ വേണ്ടിയിരുന്നില്ല. അത്രയും നമ്മളിപ്പോ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് ഫെസി, ഇതുപോലെ അങ്ങേയറ്റം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സ്വന്തമായിട്ട് തോന്നുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ താങ്കൾ അത് നീന്തി കയറിയതുപോലെ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ അത് തെറ്റാണ് എന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റും. കാരണം മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമൊക്കെ നമുക്ക് തന്നെ കിട്ടും. ഫെസി അങ്ങനെയാണല്ലോ മുന്നോട്ട് പോയത്. ആ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഫെസിയുടെ ഉള്ളിലുണ്ടായിരുന്നൊരു കായിക താരമുണ്ടല്ലോ, അത് ബ്യൂട്ടി പാർലറിലൊന്നും അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളായിരുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ 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 നമ്മുടെ തന്നെ സമൂഹത്തിലാണെങ്കിൽ ഞാനിപ്പോ ഒത്തിരി ക്ലാസ്സുകളും ഇപ്പൊ അറിയാലോ, നമ്മൾക്കിപ്പോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് നമ്മുടെ യുവജനങ്ങള്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ ഏതെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെട്ടാൽ, എന്തെങ്കിലും ജിം ആയിക്കോട്ടെ, വൈകുന്നേരം സ്പോർട്സ് ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, പഞ്ചഗുസ്തി ആയിട്ട് എന്തെങ്കിലും ഒരു ഇതിന് അഡിക്റ്റ് ആയാൽ അവർ ഒരിക്കലും ഈ പറയുന്ന മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ഇന്ന് ഈ നമ്മുടെ സമൂഹത്തിനെ നശിപ്പിച്ചു കറന്നു തിന്നുകൊണ്ടിരിക്കണ ഈ ഇതിന്റെ ഒന്നും പുറകിൽ ഒരു കുട്ടികളും പോകില്ല. അവര് സ്പോർട്സിലോ അല്ലെങ്കിൽ വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ കളിക്കാൻ പോയി, വോളിബോൾ കളിക്കാൻ പോയി, അവർ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവര് അത് തന്നെ അവര് ശീലിച്ചു പോകും. മറ്റുള്ള ഒരു ദുശീലങ്ങളുടെ പുറകിൽ ഒരൊറ്റ കുട്ടികളും പോകില്ല. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും അതെ, ഒത്തിരി പേര് ഇപ്പൊ വെറ്ററൻസിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഈ മാസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 35 വയസ്സിന് ശേഷമുള്ളതാ. ഒത്തിരി പേരുണ്ട്, അതിൽ ഒത്തിരി വിഡോസുകളുണ്ട്, ഹസ്ബൻഡ് ഉപേക്ഷിച്ചവരുണ്ട്, ഒത്തിരി സിംഗിൾ മദറുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം വരുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, സ്പോർട്സിലേക്ക് വന്ന് ജിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, എന്തിനെ നേരിടാനുള്ള ഒരു പവർ. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നമ്മള് പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു നമുക്കത്. ഇപ്പൊ എനിക്ക് ഇതിൽ വന്നതിന് ശേഷം നല്ല ഒരു എന്താ പറയുക, എന്ത് നേരിടാം. തീർച്ചയായിട്ടും അത് ആ മുഖത്ത് തന്നെ ഉണ്ട്, ആ ഒരു സന്തോഷം. അതിനിടയിലൊന്ന് വിദേശത്തേക്ക് പോയി, അല്ല നേരത്തെ പറഞ്ഞു പോയെങ്കിലും വിദേശത്ത് പോയിട്ട് അവിടെയും ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങി. എങ്ങനെയാണ്, എന്താണ് അതിനെ കുറിച്ച് പറയും? ഞാൻ 2000-ലാണ് ദുബായിൽ പോണത്. സത്യത്തിൽ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഞാൻ അബുദാബിയിൽ പോയി ഒരു പാർലറിൽ എനിക്ക് ജോലി ചെയ്യായിരുന്നു. അപ്പൊ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ PR-യുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു അയാള് പറയുന്നതിന് എന്തിനും വഴങ്ങിയാലാണ് വിസ അടിക്കുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നം വരികയും ഞാൻ അപ്പൊ അവിടെ നിന്ന് ഒന്ന് വേറെ ജോലി ശ്രമിക്കുകയും ദുബായിൽ വന്ന് ഞാൻ ഒരു പാർലറിൽ ജോലിക്ക് നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയ മുറി കിട്ടി. അങ്ങനെ ഞാൻ 2000 അവസാനം ഞാൻ ദുബായില് ഒരു പാർലർ തുടങ്ങി. ദൈവാനുഗ്രഹത്താൽ എനിക്ക് 2017 ആകുമ്പോഴത്തേക്കും 11 പാർലർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നല്ല ഷാർജയിലും വേറെ ദുബായിലൊക്കെ പല ഭാഗങ്ങളിൽ പാർലർ തുടങ്ങും. നല്ല രീതിയിൽ വരില്ല, നമുക്ക് നഷ്ടമാണെന്ന് കാണുവാണെങ്കിൽ ഞാൻ അത് അവിടെ വെച്ച് തന്നെ മറച്ചു വെക്കും. അതൊരു ചെറിയ ബിസിനസ് പോലെയായിരുന്നു. അപ്പോ ഞാൻ അങ്ങനെ ബൾക്കായിട്ട് വരുന്ന കാശ് നാട്ടില് ചെറുതായിട്ട് എന്തെങ്കിലും സ്ഥലം മേടിച്ചു, അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും.
മോന് ചെറിയ കുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എന്റെ പേരൻസ് ഒക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലവ് മാരേജ് ആണ്, ഇറങ്ങി പോയതാണ്. അതെ. അപ്പോ വീട്ടില് പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഹസ്ബൻഡ് മരിച്ചതോടുകൂടിയാണ് അവരൊക്കെ ഞാനായിട്ട് മിണ്ടി സഹകരിച്ചൊക്കെ തുടങ്ങിയത്. അപ്പൊ എനിക്ക് തന്നെ അറിയാം എന്നെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണെന്നെങ്കിലും, ഇന്നൊക്കെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ലിവറൊക്കെ മാറ്റി വെക്കാം. അന്ന് അങ്ങനെ ലിവർ മാറ്റി വെക്കണമെന്നൊന്നും അറിയില്ല. പിന്നെ അന്ന് എന്തോ എന്റെ മനസ്സിലിരിക്കുന്നത് ക്യാഷ് ഇല്ലാത്ത കാരണമാണ് ഹസ്ബൻഡ് മരിച്ചത്. അന്ന് എനിക്ക് ഒരു 19 ലക്ഷം 1 കോടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് കുറെ നാൾ കൂടി ജീവിച്ചിരുന്നേനെന്ന് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ക്യാഷിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തു. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. അവിടെ ദുബായിലുള്ള ഒരു നേഴ്സ് വന്നതാണ്. അവരെല്ലാം നേഴ്സിംഗ് മിനിസ്ട്രി മൊത്തം, നമ്മുടെ നാട്ടിൽ നിന്നൊരു സ്ത്രീ വന്നിട്ടുണ്ട്, അത് ഒരു വിധവയാണ്. ഒരു അങ്ങനെ അവരെല്ലാവരും അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ദുബായിൽ സെന്റ് മേരീസ് പള്ളിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഞാൻ പോകും. അങ്ങനെ നോട്ടീസും കാർഡൊക്കെ കൊടുത്ത് അവരെല്ലാം എന്നെ ഏറ്റെടുത്തു. പെട്ടെന്നായിരുന്നു എന്റെ പാർലറിൽ വളരെ ആ ഒരു ചെറിയ മുറിയായിരുന്നു, അതിൽ കൊള്ളാത്ത രീതിയിലായി. ഞാൻ 2ാമത് തുടങ്ങി, 3ാമത് തുടങ്ങി. ഒരു ഏരിയ തന്നെ 4 പാർലർ ഞാൻ തുടങ്ങി. പിന്നെ ജെൻസിന്റെ 1-2 ബാർബർ ഷോപ്പുകളും തുടങ്ങി. അങ്ങനെ 11 4 ഞാൻ പലപ്പോഴായിട്ട് വിറ്റു. 7 ഞാൻ ഒരുമിച്ച് 2017 വിറ്റിട്ട് തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ ഞാൻ മോർച്ചയിൽ ഒരു പാർലർ തുടങ്ങി. പക്ഷെ ഇവിടെ 5:30 കഴിഞ്ഞാൽ റോട്ടിൽ ഇറങ്ങാൻ പാടില്ല. ഞാൻ മൂവാറ്റുപുഴയിലാന്ന് പറഞ്ഞല്ലോ, എറണാകുളത്തല്ല. അതെ. അപ്പൊ നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറന്റ് ഒരു മസാല ദോശ വാങ്ങിക്കാൻ പോയാൽ നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കും. നമ്മളിങ്ങനെ 2 വീലറിൽ പോയി നമ്മളെ സൂക്ഷിച്ചു നോക്കും. അപ്പൊ മമ്മി പറയും, ഇതൊന്നും എറണാകുളം ഒന്നും അല്ല, ഇതൊന്നും ദുബായി ഒന്നും അല്ല, ഇവിടെ പറ്റൂല, 6:30-ക്കുള്ളിൽ വീട്ടിൽ കയറണം. ഒരു രക്ഷയില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞ് കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞാലും ആരും, സ്ത്രീകളൊന്നും പണ്ട് പുറത്തിറങ്ങൂല. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടി. തിരിച്ച് ഞാൻ ആകെ സങ്കടപ്പെട്ട സിസ്റ്റർ പറഞ്ഞു, വാ നമുക്ക് അബുദാബി തുടങ്ങാം. അപ്പൊ എന്റെ ദുബായിലെ പാർലർ മേടിച്ച അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 7 പാർലർ ഒരുമിച്ച് മേടിക്കാണ്, ദുബായിൽ തുടങ്ങാൻ പാടില്ല. അപ്പൊ അവരുടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ അബുദാബി പോയി തുടങ്ങി. കുറെ കാശ് പോയി എന്നല്ലാതെ ദുബായിലെ പോലെ അബുദാബിയിൽ ക്ലിക്ക് ആയില്ല. എന്തായാലും കൊറോണയ്ക്ക് മുന്നേ ദൈവം എന്നെ തിരിച്ച് നാട്ടിൽ തന്നെ എത്തിച്ചു. എന്റെ നാട്ടില് മൂവാറ്റുപുഴയിലുള്ള എന്നെ ജനങ്ങള് എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചതിന്റെ ഫലമാണ് എല്ലാം. എനിക്ക് പിന്നെ വേൾഡിൽ പോകാൻ പോകുന്നത് ഞാൻ ഒരാളുടെ മുമ്പിൽ ഒരു പൈസയ്ക്കും ഞാൻ കൈ നീട്ടിയിട്ടില്ല. എന്റെ ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരുടെ സഹകരണവും ആ കളക്ഷനിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എല്ലാ വേൾഡ് മീറ്റിനും ഏഷ്യൻ മീറ്റിനൊക്കെ പോകുന്നത്. തീർച്ചയായിട്ടും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഫെസിയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം, ഫെസി പറഞ്ഞൊരു കാര്യം, ഈ സ്വന്തമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കൊണ്ടായിരിക്കണം എനിക്ക് ശിഷ്ടകാലം ഒരു ശരണാലയം തുടങ്ങാനാണ് ആഗ്രഹം എന്ന് ഞാൻ വായിച്ചു. ഫെസിയുടെ അതിനെക്കുറിച്ച് പറയും. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഞാൻ എൻ്റെ കുടുംബം എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ, അത് എല്ലാവരും ചിന്തിക്കുന്നതല്ല. 100-ൽ എത്ര പേർ അങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിനെക്കുറിച്ച് പറയൂ, ആ ആഗ്രഹത്തെക്കുറിച്ച് പറയൂ. അത് ഞാൻ 2000-ലാണല്ലോ ദുബായിൽ പാർലർ തുടങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ മാതാവിന്റെ ഒരു നല്ല ഭക്തയാണ് ഞാൻ എന്തും എന്റെ മാതാവിനോട് ചോദിക്കാറുള്ളൂ. എനിക്ക് ചോദിച്ചതെല്ലാം എന്റെ മാതാവ് തന്നിട്ടുണ്ട്. പകരമായിട്ട് ഞാൻ എന്റെ തല പോയി മുട്ടയടിക്കും. ഇപ്പൊ ഞാൻ ദുബായിൽ ഒരു കട, എന്റെ മോന് വിസ വേണം, മോനെ ഇവിടെ നാട്ടില് നിർത്താനായിട്ട് ഹസ്ബൻഡിന്റെ പേരൻസ് ഇല്ല. അപ്പൊ ഹോസ്റ്റലിലൊക്കെ നിർത്തിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ മോനെ ഒന്ന് ജോലി ചെയ്യാൻ, പാർലറിന് തുടങ്ങിയത് തന്നെ എന്റെ മോനൊരു വിസ വേണം. അതിനായിട്ടാണ് ഞാൻ ഒരു ചെറിയ പാർലർ തുടങ്ങിയത്. എന്റെ മോനെ എന്റെ കൂടെ നിർത്തി ദുബായിൽ നിർത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ നമ്മൾ ഏതെങ്കിലും ഒരു പാർലറിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവര് നമുക്ക് മോനെ ഒന്നും നിർത്താനുള്ള കൂട്ടിയുള്ള സാലറിയോ അങ്ങനെ ഒന്നും തരില്ല. അപ്പൊ ഞാന് ഹസ്ബൻഡിന് ക്യാഷ് കിട്ടിയതിന് ശേഷം ഒരു ചെറിയ വീട് കലൂര് പോയി മേടിച്ചു. ഒരു 3.5 സെന്റ് സ്ഥലവും വീണ് KSF ലോൺ എടുത്ത് മേടിച്ചു. അപ്പൊ ഞാൻ അവിടെ കുറച്ച് ഡ്രൈ ക്ലീനിങ്, ടൈലറിങ് ബിസിനസ് ഒക്കെ തുടങ്ങി. 8 നിലയിൽ പൊട്ടി പാളീസായി ഭയങ്കര പ്രശ്നത്തിൽ നിന്ന് ആത്മഹത്യ, സത്യം പറഞ്ഞ എന്താ പറയാ, തൂങ്ങാനിങ്ങനെ പോണു. കൊച്ചിനെയും ആദ്യം കൊന്നിട്ട് ഞാനിങ്ങനെ തൂങ്ങാൻ നിൽക്കുമ്പോഴേ എന്റെ ഒരു അങ്കിള് വന്നിട്ട് എല്ലാം വെട്ടിപ്പറിച്ച് എന്നെയൊക്കെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ഭയങ്കര പ്രശ്നങ്ങളായപ്പോഴാണ് എന്നെ സിസ്റ്റർ പുറത്തേക്ക് കൊണ്ടുവന്നത്. അവിടെ ചെന്ന് ഞാൻ ഈ ആദ്യത്തെ കട തുടങ്ങി കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്റെ അമ്മേ, എനിക്കൊരു ചെറിയ വീട് വേണം, എനിക്കും എന്റെ മോനും താമസിക്കാനായിട്ട് നാട്ടിലൊരു ചെറിയ വീട് വേണം. അപ്പൊ അത്ര വലിയ അത്യാഗ്രഹങ്ങളൊന്നും നമുക്കില്ല.
അതിനുശേഷം എന്നെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുക അത് ആക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു വീതം ഞാൻ തീർച്ചയായിട്ടും മാറ്റിവെച്ച് റോട്ടിൽ അലയുന്ന പാവങ്ങൾക്ക്, അല്ലെങ്കിൽ ആരുമില്ലാത്ത പ്രായമായ അവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിക്കൊണ്ട് ഞാൻ വെക്കുന്ന, അന്ന് ഞാൻ എന്റെ മാതാവിന് ഒരു കൊടുത്ത വാക്കാണ്. അതിനു വേണ്ടിക്കൊണ്ടാണ് അങ്ങനെ ഒരെണ്ണം തുടങ്ങി. ഒരു കുറച്ച് തീർച്ചയായിട്ടും നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഒരുപാട് പേർക്ക് അനുഗ്രഹമാകുന്ന സഹായമാകുന്ന ഒരു തീരുമാനമാണത്. 2000-ൽ ഞാനിത് തീരുമാനിച്ച് ഞാനിങ്ങനെ ഒരു വാക്കെടുക്കുമ്പോ ഇന്നത്തെ പോലെ നമ്മുടെ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ കാനഡ, അമേരിക്ക അവിടെ എല്ലാം പോയേക്കാണ്. അവരിപ്പോ വീടും സ്ഥലം അവർ ആരും ഇല്ലാതെ ഇവിടെ കിടക്കണം. വിൽക്കാനായിട്ട് ഒത്തിരി വീടും സ്ഥലവും നമ്മുടെ വാഴ്ചയിലും പരിസരങ്ങളിലും ഉണ്ട്. പേരൻസിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ആര് നോക്കിയാലും അവരുടെ ഒരു പുതിയ ബിസിനസ്സിലേക്ക് പോയേക്കാണ് ശരണാലയം. ഞാൻ 2000-ൽ ഇതൊന്നും അറിയാതെയാണ് ഞാൻ എന്റെ മാതാവിന് ഒരു വാക്ക് കൊടുത്തത്. അതിനാണ് ഞാൻ ഇനിയുള്ള എന്റെ ഒരു ജീവിതം. ശരി, തീർച്ചയായിട്ടും നല്ല നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഞാൻ ഇനി പോകുന്നത്, എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ നമ്മൾ കാണാറ് കായിക താരങ്ങൾ അങ്ങനെ മേക്കപ്പ് ഇടാത്ത കായിക താരങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കായിക താരങ്ങൾ മേക്കപ്പ് വിരോധികളാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കം പഞ്ചഗുസ്തി താരം, അതാണ് നമ്മുടെ ഒരു വിരോധാഭാസം എന്ന് പറയാം താങ്കളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന. അപ്പോൾ ഈ തിരിച്ച് നമ്മൾ പഞ്ചഗുസ്തിയിലേക്ക് വരുമ്പോൾ, കസാക്കിസ്ഥാനിൽ വെച്ച് നടന്ന ആ മത്സരത്തിൽ ഇന്ത്യയെ, നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ജേഴ്സി അണിയുക എന്നുള്ള ആ വലിയ സ്വപ്നം അവിടെ പൂവണിയാണ്. അതുമാത്രമോ, ഗോൾഡ് മെഡലും സ്വന്തമാക്കിയാണ് മടക്കം. അപ്പൊ ആ ഒരു സ്റ്റേജ് ഒന്ന് ഓർത്തെടുത്താൽ എങ്ങനെയായിരിക്കും പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവെക്കുക? ഞാന് പഞ്ചഗുസ്തിയുടെ മത്സരം എന്ന് പറയുന്നത് ഓരോ 5 കിലോ ഇപ്പൊ 50, 55 ഇങ്ങനെ, അല്ലെങ്കിൽ 50, 60 അങ്ങനെ ഒരു 10 കിലോയുടെ ഇടയിലൊക്കെ ആയിരിക്കും അങ്ങനെ മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ, 40-നും 50-നും വയസ്സിനുള്ളവരിൽ മാസ്റ്റർ, 50-നും മുകളിലേക്ക് ഗ്രാൻഡ് മാസ്റ്റർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഭയങ്കര ശക്തരായ എതിരാളികളുള്ള കാരണം ഞാൻ ഗ്രാൻഡ് മാസ്റ്ററിലാണ്. പിന്നെ കൊറോണയും വന്നപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി 50+ പോയിരുന്നു. അപ്പൊ ഞാൻ ഗ്രാൻഡ് മാസ്റ്ററിലാണ് ഇറങ്ങിയത്. എറണാകുളം ജില്ല, സ്റ്റേറ്റ്, നാഷണല്, ഇവിടെയെല്ലാം ഞാൻ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും എനിക്ക് ഗോൾഡ് ആയിരുന്നു. പിന്നെ റഷ്യയിലെ കസാക്കിസ്ഥാനിൽ വെച്ച് നടന്ന മത്സരത്തിൽ പോവുകയും അവിടെ വെച്ച് റഷ്യയുടെ തന്നെ, കസാക്കിസ്ഥാനിന്റെ തന്നെ എന്ന് പറയുന്ന 113 കിലോയുള്ള ഒരു ലേഡി ആയിരുന്നു എനിക്കെതിരെ മത്സരിക്കാന്. അപ്പോ ലെഫ്റ്റ് ഹാൻഡില് അവർക്ക് ഫസ്റ്റ്, എനിക്ക് സെക്കൻഡും. ഫൈനലില് റൈറ്റ് ഹാൻഡില് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഫസ്റ്റും അവർക്ക് സെക്കൻഡും കിട്ടി. 2023-ലെ മത്സരത്തില് കേരളത്തിന് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ സ്ത്രീകളിലും പുരുഷന്മാരിലും ഞാൻ മാത്രമേ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഒപ്പം ഈ കേരളത്തിൽ നിന്നും ആദ്യമായി 5 വനിതാ പഞ്ചഗുസ്തി റഫറിമാരെ തെരഞ്ഞെടുത്തതിൽ ഒരു റഫറിയാണ് അല്ലേ? ഇപ്പൊ 6-7 റഫറിമാരുണ്ട്. അതിൽ എറണാകുളം ജില്ലയുടെ വനിതാ റഫറി ഞാനാണ്. അതിനു മുന്നേ വനിതകളിൽ റഫറിമാരുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു റഫറി ആവാനും സാധിച്ചു പഞ്ചഗുസ്തിയില്. പിന്നെ അതുകൂടാതെ സ്പോർട്സ് എന്റെ മെയിൻ ഐറ്റം ഹാമറാണ്. അപ്പൊ ഹാമറും ജാവലിനും ഷോട്ടാണ് ഞാൻ. അതും ഇതുപോലെ ജില്ലാ മത്സരങ്ങളിൽ നമ്മൾ ജയിച്ച് സംസ്ഥാനതല മത്സരം, അത് കഴിഞ്ഞിട്ട് നാഷണൽ മത്സരം, അതിലിങ്ങനെ 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടുന്നവരെയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാറ്. അതിന് ഞാൻ ഇന്ത്യനെ പ്രതിനിധീകരിച്ച് മലേഷ്യയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ 3 മെഡൽ കിട്ടി. കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ പോയി 2 ഗോൾഡും 1 സിൽവറും കിട്ടി. പിന്നെ 2019 ആണ് ആദ്യമായിട്ട് ഞാൻ ഇന്ത്യനെ പ്രതിനിധീകരിച്ച് ഒരു ഇന്ത്യൻ ജേഴ്സി ഇട്ടിട്ട് മലേഷ്യയിൽ തന്നെ കൊച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മത്സരത്തിന് പോണേ. അന്ന് എനിക്ക് 4ാം സ്ഥാനം, 7ാം സ്ഥാനം, 9ാം സ്ഥാനം കിട്ടിയുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ നമ്മള് പ്രയത്നിച്ചാൽ കിട്ടുന്നുള്ള ഒരു ഉറപ്പുമായിട്ട് വന്നു, പ്രയത്നിച്ചു. പിന്നെ 2-3 വർഷം ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടിക്കൊടുത്തു. പിന്നെ ഇതിനോട് വരാൻ താല്പര്യമുള്ള അനേകം ലേഡീസിനെ ഞാനിപ്പോ ഇതിലേക്ക് പഞ്ചഗുസ്തിയിലേക്കായിട്ടും മത്സരത്തിലേക്കായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയാമല്ലോ, കൊറോണ എല്ലാം വന്നു കഴിഞ്ഞ് എന്ന് നോക്കിയാലും കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെയാണ് കാണാനുള്ളത്. ഇപ്പൊ മിനിങ്ങാന്ന് തന്നെ എന്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ 54 വയസ്സ് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണു, അപ്പൊ തന്നെ മരിച്ചു.
ഒത്തിരി പേര് നമ്മുടെ കൺമുമ്പിൽ കാണാം. അപ്പൊ അതൊക്കെ ഇന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കാരണം എല്ലാവരും ഇപ്പൊ രാവിലെ ആണെങ്കിലും പഴയതുപോലെയല്ല, നമ്മുടെ പാതയോരങ്ങളിൽ ഒത്തിരി പേര് 5 മണിക്കും 6 മണിക്കും നടക്കണുണ്ട്. ജിമ്മില് ഒത്തിരി ജിമ്മുകൾ കൂടി വന്നു. ജിമ്മില് രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല റഷാണ്, വൈകുന്നേരം നല്ല റഷാണ്. അപ്പൊ ആൾക്കാര് അവരുടെ ഹെൽത്ത് അവയർനെസ് നല്ലപോലെ ഇപ്പൊ നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കൊറോണ വന്നു പോയതിനു ശേഷം. തീർച്ചയായിട്ടും അതിൽ താങ്കൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ടെന്ന് താങ്കളുടെ മുഖത്ത് നിന്ന് തന്നെ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഫെസ്സി മോട്ടി എന്ന പേര് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഒരുപാട് പേര് അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ള നമുക്കുള്ളൊരു സന്തോഷം ഒരുപാട് കൈകൾക്ക് തുണയായി 2 കൈകളും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫെസ്സി, ഞങ്ങൾക്ക് അതിഥിയായി എത്തിയത്. താങ്ക് യു. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.